ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 പാലക്കാട് ചുരം. ആൻസർ ഓപ്ഷൻ 2 പാലക്കാട് ചുരം. 2. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര്. ആൻസർ ഓപ്ഷൻ 3 തുലാവർഷം. ആൻസർ ഓപ്ഷൻ 3 തുലാവർഷം. 3. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 1961. ആൻസർ ഓപ്ഷൻ 1 1961. 4. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഡീസൽ. ആൻസർ ഓപ്ഷൻ 4 ഡീസൽ. 5. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 പള്ളിവാസൽ. ആൻസർ ഓപ്ഷൻ 2 പള്ളിവാസൽ. 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പൂക്കോട് തടാകം. ആൻസർ ഓപ്ഷൻ 3 പൂക്കോട് തടാകം. 7th ക്വസ്റ്റ്യൻ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മലപ്പുറം ജില്ല. ആൻസർ ഓപ്ഷൻ 1 മലപ്പുറം ജില്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായതേത്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 4 കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് തിരുവനന്തപുരത്താണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് മലപ്പുറത്താണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ രൂപം കൊണ്ട അവസാനത്തെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനെല്ലി. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 9. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 2 777 ചതുരശ്ര കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ 2 777 ചതുരശ്ര കിലോമീറ്റർ. 10. ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പമ്പ നദി. ആൻസർ ഓപ്ഷൻ 3 പമ്പ നദി. 11. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 1 1931 മാർച്ച് 23. ആൻസർ ഓപ്ഷൻ 1 1931 മാർച്ച് 23. 12. സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 4 2ഉം 3ഉം. അതായത് കൃഷിക്കാർക്ക് 75% നികുതി ഇളവ് നൽകുക, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി കുറയ്ക്കുക. ഈ 2 ആവശ്യങ്ങളും സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടുന്നവ നോക്കാം. ഉപ്പു നികുതി എടുത്തു കളയുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. ഇത് 2ഉം സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 13. ഫറാസി കലാപങ്ങൾ നടന്നത് എവിടെയാണ്? ഫറാസി കലാപങ്ങൾ നടന്നത് എവിടെയാണ്?
ആൻസർ ഓപ്ഷൻ 2 ബംഗാൾ. ഫറാസി കലാപങ്ങൾ നടന്നത് ബംഗാളിലാണ്. 14 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3 1857 മെയ് 10. ആൻസർ ഓപ്ഷൻ 3 1857 മെയ് 10. 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 1 മൗണ്ട് ബാറ്റൺ പ്രഭു. ആൻസർ ഓപ്ഷൻ 1 മൗണ്ട് ബാറ്റൺ പ്രഭു. 16 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ചൗരി ചൗര സംഭവം. ആൻസർ ഓപ്ഷൻ 4 ചൗരി ചൗര സംഭവം. 17 ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഗുൽസാരിലാൽ നന്ദ. ആൻസർ ഓപ്ഷൻ 2 ഗുൽസാരിലാൽ നന്ദ. 18 ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ 3 അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ 3 അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 19 സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ 1 വില്യം ബെൻഡിക്. ആൻസർ ഓപ്ഷൻ 1 വില്യം ബെൻഡിക്. 20 മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട നൂറ്റാണ്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 19-ാം നൂറ്റാണ്ട്. ആൻസർ ഓപ്ഷൻ 4 19-ാം നൂറ്റാണ്ട്. 21 ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര. ആൻസർ ഓപ്ഷൻ 2 വിന്ധ്യ പർവ്വതം. ആൻസർ ഓപ്ഷൻ 2 വിന്ധ്യ പർവ്വതം. 22 പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മഹാനദി. ആൻസർ ഓപ്ഷൻ 3 മഹാനദി. 23 ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചെമ്മണ്ണ്. ആൻസർ ഓപ്ഷൻ 1 ചെമ്മണ്ണ്. 24 താഴെ പറയുന്നവയിൽ തെറ്റായതേത്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ 4 ആന്ധ്രാപ്രദേശിലെ പ്രധാന ആഘോഷമാണ് പൊങ്കൽ. ഇത് റോങ് ആണ്. പൊങ്കൽ എന്നത് തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമാണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഉത്തരേന്ത്യയിലെ പ്രധാന ആഘോഷം ഹോളി. ആസാമിലെ പ്രധാന ആഘോഷം ബിഹു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 25 ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം എത്രയാണ്? ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 2 7516.6 കിലോമീറ്റർ. 7516.6 കിലോമീറ്റർ. 26 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 3 207 പേർ. ആൻസർ ഓപ്ഷൻ 3 207 പേർ. 27 ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 1 ഭാഗം 4A.
ആൻസർ ഓപ്ഷൻ 1 ഭാഗം 4A. 28 ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 29 ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 19. ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 19. 30 സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 300A. ആൻസർ ഓപ്ഷൻ 3 300A. 31 ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 കുറിച്യർ കലാപം. ആൻസർ ഓപ്ഷൻ 1 കുറിച്യർ കലാപം. 32 മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം ഏതാണ്? മലബാർ ലഹളയുടെ പ്രധാന കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 തിരൂരങ്ങാടി. ആൻസർ ഓപ്ഷൻ 4 തിരൂരങ്ങാടി. 33 തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 2 അക്കാമ ചെറിയാൻ. ആൻസർ ഓപ്ഷൻ 2 അക്കാമ ചെറിയാൻ. 34 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഉത്രം തിരുനാൾ. ആൻസർ ഓപ്ഷൻ 2 ഉത്രം തിരുനാൾ. 35 പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 കുമാര ഗുരുദേവൻ. ആൻസർ ഓപ്ഷൻ 3 കുമാര ഗുരുദേവൻ. 36 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 തൈറോയ്ഡ് ഗ്രന്ഥി. ആൻസർ ഓപ്ഷൻ 1 തൈറോയ്ഡ് ഗ്രന്ഥി. 37 ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള കേരളത്തിലെ ജില്ല. ആൻസർ ഓപ്ഷൻ 4 ഇടുക്കി ജില്ല. ആൻസർ ഓപ്ഷൻ 4 ഇടുക്കി ജില്ല. 38 വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 ഇരവികുളം. ആൻസർ ഓപ്ഷൻ 2 ഇരവികുളം. 39 ഇന്ത്യയിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 1981. ആൻസർ ഓപ്ഷൻ 2 1981. 40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. 4 വൈറ്റമിൻസ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. അതിൻ്റെ സയൻറ്റിഫിക് നെയിംസും അതിനെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ആൻസർ ഓപ്ഷൻ 2 1A 2B 3C 4D. അതായത് വൈറ്റമിൻ B2ൻ്റെ സയൻറ്റിഫിക് നെയിമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B1 തയാമിൻ. വൈറ്റമിൻ A റെറ്റിനോൾ. വൈറ്റമിൻ B3 നിയാസിൻ എന്നും അറിയപ്പെടുന്നു. താങ്ക് യു.